രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുത്തിട്ടില്ലാത്ത ക്ഷീണമാണ് പലർക്കും നോമ്പ് തുറന്നാലുണ്ടാവുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയണ്ടല്ലോ. നമ്മൾ നോമ്പ് തുറക്കാനായി ഒരുക്കുന്ന ധാരാളം വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ്. റിഫൈൻ ഷുഗർ അടങ്ങിയിട്ടുള്ള ജ്യൂസുകളും ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള പൊരിച്ചതും വറുത്തതുമായ എണ്ണ പലഹാരങ്ങളും അതിനുശേഷം ഫുഡായിട്ട് ബിരിയാണിയും മന്തിയും ഇറച്ചിയും പൊറാട്ടയും ഒക്കെ. ഇതൊന്നും വേണ്ട എന്നല്ല കേട്ടോ. ഇതൊക്കെ കഴിക്കേണ്ട രീതിയും അതിൻ്റെ അളവും ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ ആത്മീയപരമായും ആരോഗ്യകരമായും ഏറെ ഗുണങ്ങളുള്ള നോമ്പ് കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതിനായി സാധാരണയായി നമ്മുടെ നാടുകളിലുള്ള ഭക്ഷണങ്ങൾ വെച്ച് ഒരു നോമ്പ് തുറ ഡയറ്റ് പ്ലാൻ ആവാം ഇന്നത്തെ വീഡിയോ. തിരുസുന്നത്ത് പ്രകാരം ഈത്തപ്പഴം കൊണ്ടും വെള്ളം കൊണ്ടുമാണ് നോമ്പ് തുറക്കേണ്ടത്. ഇത് അത്രയും നേരം ക്ഷീണിച്ചിരിക്കുന്ന നമ്മുടെ തലച്ചോറിന് ആവശ്യമായ ഗ്ലൂക്കോസ് നൽകുകയും ചെയ്യുന്നു. ഇനി മുതലാണ് വീഡിയോ തുടങ്ങുന്നത്. തുടർന്ന് നമ്മൾ കഴിക്കാൻ ഒരുങ്ങുന്നത് ഫ്രൂട്ട്സും ജ്യൂസും പലഹാരങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നേരത്തെ കഴിച്ച ഈത്തപ്പഴത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശേഷം നിസ്കരിക്കാനോ മറ്റോ ആയി ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ഗോൾഡൻ ഗ്യാപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. കാരണം ഇത് നമ്മുടെ തലച്ചോറിനെ ആക്റ്റീവ് ആക്കുകയും നമ്മുടെ ആമാശയത്തിൽ വേണ്ട ദഹനരസങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ കഴിക്കാനായി നമ്മൾ തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഉപകാരപ്പെടും. ഇനി നമുക്ക് ഫ്രൂട്ട്സിലോട്ട് വരാം. ഒരു ബൗൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതും ആരോഗ്യകരവുമാണ്. പക്ഷെ ജ്യൂസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്.